ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ ചിക്കൻ കറിയാണ്. ഇനി അതിന് വേണ്ടിയ സാധനം എന്നാന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ നമ്മുടെ ഷെൽഫിൽ വെച്ചേക്കുന്ന സാധനങ്ങൾ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അല്ലാതെ ഇന്നതുണ്ടെങ്കിലേ ഇത് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ എന്നൊന്നുമില്ല. അതിന് അപ്പോൾ ഒന്ന് എഴുതിയെടുക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചാൽ മതി, നമ്മുടെ ഷെൽഫിൽ ഇന്ന സാധനങ്ങളുണ്ടോ എന്ന് മാത്രം ആലോചിക്കാം. പിന്നെ അത് ചെയ്യേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു വഴറ്റുമ്പോഴും ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു താമസം ഉണ്ടല്ലോ, അതിനെ ധൃതി കൂട്ടിയാൽ മാത്രമേ കറി ചീത്തയാവത്തുള്ളൂ. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ഫസ്റ്റ് എന്നൊക്കെയാണ് വേണ്ടിയെന്നുള്ളത് നോക്കിക്കോ. ഇതിപ്പോൾ സാധാരണ ഞാനൊരു കോഴിയാണ് മേടിച്ചേ. പിന്നെ ഒരു ഇച്ചിരി ഉലുവായ, പിന്നെ ഒരു ഇച്ചിരി ജീരകം, കുറച്ച് പെരിഞ്ജീരകം, കുറച്ച് ഗ്രാമ്പൂ, ഇച്ചിരി ഏലക്കായ, പട്ട, തക്കോലം, കുറച്ച് കുരുമുളക്, പച്ചമുളക്, ഇത് കാശ്മീരി മുളക് പൊടിയാണ്, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കടുക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, ടൊമാറ്റോ, ഇച്ചിരി ഉപ്പ്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ടത് വെളിച്ചെണ്ണയിലാന്നു. പിന്നെ കറിക്ക് ഒരു ഇച്ചിരി കട്ടി വരാനായിട്ട് ഒരു ഇച്ചിരി തേങ്ങ തിരുമ്മിയത്. ഇത്രയേ സാധനമേ ഉള്ളൂ. ഇതിനകത്ത് എക്സ്ട്രാ സ്പെഷ്യലായിട്ടൊന്നുമില്ല. നമ്മൾ വീട്ടിൽ ശരിക്കും ദിവസം ഉണ്ടാക്കുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അതിന് വേണ്ടി കുറച്ച് പൊടിക്കൈകൾ എന്നാന്ന് വെച്ചാൽ, ആദ്യം ഞാൻ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാവേ. ഇത് നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു എന്നാ വെച്ചാൽ എളുപ്പപ്പണിയായിട്ട് ഒക്കെ ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ടാണ് നാടൻ ചിക്കൻ കറിയൊക്കെ ഭയങ്കര ടേസ്റ്റ് വരുന്നത്. ഉള്ള കാര്യം ഞാൻ പറയാം. ആദ്യം നമുക്ക് ആ സ്പൈസസ് ഒന്ന് ഇച്ചിരി പൊടിച്ചു വെക്കണം. അതിന് എന്നൊക്കെയാണ് വേണ്ടിയെന്ന് വെച്ചാൽ, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്പൈസസ് തന്നെയാണെന്നു, പക്ഷെ അതിൻ്റെ അളവ് എടുക്കുമ്പോഴും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ ഇപ്പം എന്നാ പറയുന്നത്, ഇപ്പം ഉണ്ടാക്കുന്ന ചിക്കൻ കറിക്ക് എന്നും പറഞ്ഞു അങ്ങനെ കറക്റ്റ് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കാനൊക്കത്തില്ല. പക്ഷെ അത് പൊടിച്ചിരുന്നാലും പിന്നെ നമ്മൾ എന്നതേലും ഒരു കൂട്ടുകറിയോ അല്ല മസാലക്കറിയോ എന്നതേലും വെക്കുവാന്നേൽ ഈ ഒരു മസാലപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ആ കറിക്ക്. അതുകൊണ്ട് ഇത് ഇച്ചിരി കൂടിപ്പോയി എന്ന് പറഞ്ഞോളൊന്ന് ടെൻഷൻ ആക്കണ്ട. എന്നൊക്കെ വേണ്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിന് കുറച്ച് പെരിഞ്ജീരകം എന്ന് പറയുമ്പോൾ ഒരു 1.5 ടീസ്പൂണോളം ഇട്ടു. അന്നേച്ചും അതിൻ്റെ കൂടെ ഒരു 3-4 ഗ്രാമ്പു, ഏലക്കായും അതേ കൂട്ടൊരു 3-4 എണ്ണം. പട്ട മാത്രം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ പട്ടയുടെ ചുവ മാത്രം ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ ഒരു 2 പൂവ്. കുരുമുളക് എരിവ് അനുസരിച്ചാണ്. നമുക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാകുന്നതിൽ അങ്ങനെ. ആദ്യം നമുക്ക് ഇതൊന്ന് പൊടിച്ചു വെക്കാവേ. മസാല പൊടിക്കുമ്പോൾ ഫൈൻ പൗഡറായിട്ട് അങ്ങ് പൊടിക്കരുത്. കുറച്ച് ക്രഷ്ഡായിട്ട് പൊടിച്ചാലേ ആ മണം ഒക്കെ അങ്ങനെ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇപ്പം എനിക്ക് ആ മണം ഒരു ഇച്ചിരി പോവും, വലിയ പ്രയാസമാണ്. പക്ഷേ എന്നാ ചെയ്യാനല്ലേ, ഒരു മിക്സി ഈ പരുവത്തിനുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്കിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, മിക്സി എന്തായാലും വേണം. കാര്യം എന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങ ഇതിൻ്റെ കൂടെ ഒന്ന് വറുത്ത് ചേർക്കാനുണ്ട്. അതുകൊണ്ട് ഇപ്പം ഇതിനകത്തോട്ട് അരയ്ക്കുകയല്ല, പ്രത്യേകം അരയ്ക്കണം, ഇതും പ്രത്യേകം വെച്ചേക്കണം, അങ്ങനെ വേണം ചേർക്കാൻ. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, തേങ്ങ ഒന്ന് വറുത്തേച്ച് ഒരു ബ്രൗൺ ആവുന്നിടം വരെ ഒന്ന് വറുത്തേച്ച് അതൊന്ന് തണുക്കാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് അടുത്തത് ചെയ്യാം. ഒരുപാട് തേങ്ങ വേണമെന്നില്ല, കറിക്ക് ഒന്ന് ഇച്ചിരി കൊഴുപ്പ് വരാനായിട്ട് വേണ്ടി മാത്രമാണേ. അതിനൊരു പിടിയോ അങ്ങനെ വല്ലതും എടുത്തേച്ചാൽ മതി. ചെറുതായിട്ട് തിരുമുവാണെങ്കിൽ വേഗം നമുക്ക് വറുത്തെടുക്കാൻ നോക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തിരുമ്മി കഴിഞ്ഞേച്ച് ഈ പറഞ്ഞ കൂട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കുവാന്നേൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് വേഗം വറുത്ത് കിട്ടാൻ എളുപ്പമുള്ളൊരു കാര്യമാണ്. ചില സമയമൊക്കെ നമ്മൾ തേങ്ങ തിരുമുമ്പോൾ ഇത് തന്നെയാണ് പറ്റുന്നത്, ഇച്ചിരി ഒരു കട്ടിയായിട്ടൊക്കെ വരും. പക്ഷേ ഈ കറിക്ക് അങ്ങനെ ഇച്ചിരി വന്നാൽ പോലും
തെറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ എളുപ്പമാക്കി പറയുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് തിരുമ്മിപ്പോയി നമുക്ക് നേരമില്ല, ഇനി മിക്സിയിൽ നിന്ന് അടിക്കാൻ നേരമില്ല എന്ന് വെച്ചാൽ എന്നാ എടുക്കാം? ഇത് ഇപ്പം കളയാൻ നോക്കുമോ? എന്നാൽ പിന്നെ ഇങ്ങനെ മാറ്റിയൊക്കെ തേങ്ങ തിരുമ്മിയെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസമുള്ളൊരു കാര്യം. അന്നേരം പിന്നെ നമ്മൾ അത് നോക്കുകയില്ല, എടുത്തങ്ങിടും. ഇപ്പം തേങ്ങയിൽ നമ്മളൊരു ഇച്ചിരി കൂടുതൽ, ഒത്തിരി കൂടുതലല്ല കേട്ടോ, ഒരു എന്നാ പറയുക, ഒരു ഇങ്ങനെ 1-2 ഡ്രിസിൽസ് ഓഫ് നമ്മൾ എണ്ണ ഒഴിക്കുവാന്നേല ഈ പറഞ്ഞ കൂട്ട് ഇച്ചിരി വേഗം മൂത്ത് കിട്ടും. പക്ഷേ നമ്മുടെ നാടൻ കറിക്ക് നമ്മൾ എന്തായാലും ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കുവേ. അന്നേരം എല്ലാ എണ്ണയും കൂടെ, തേങ്ങയുടെ എണ്ണയും അല്ലാതെ വെളിച്ചെണ്ണയും എല്ലാം കൂടെ ചേർക്കുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഇച്ചിരി കൂടുതലായിട്ട് നമ്മുടെ ഇറച്ചിക്കറിയുടെ മേളിൽ തെളിഞ്ഞ് നിൽക്കും, അല്ലേലേ തെളിഞ്ഞ് നിൽക്കും. അപ്പോൾ ഇച്ചിരി കൊഴിക്കുവാന്നേല എണ്ണയുടെ അളവ് ഇച്ചിരി അങ്ങോട്ട് കൂടത്തില്ലായോ. അതുകൊണ്ട് അത്രയും അങ്ങ് ഒഴിക്കണ്ട. ഇതിനകത്ത് ഒട്ടും ഒഴിക്കരുത്, തേങ്ങ വറക്കുന്നിടത്ത് ഒട്ടും ഒഴിക്കണ്ട, അത് തന്നെ മൂത്തോട്ടെ. വേണ്ട, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമ്മൾ തേങ്ങ തിരുമ്പുമ്പോൾ ചിലപ്പോൾ വലിയ കഷ്ണമൊക്കെ ആയിപ്പോവും. അതുകൊണ്ട് അത് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസമായിരിക്കും. പക്ഷേ എന്നാൽ കുഞ്ഞു കുഞ്ഞു കഷ്ണമൊക്കെ ആന്നേൽ പെട്ടെന്ന് മൊരിഞ്ഞ് വരും. ആ ഒരു അവസ്ഥ തന്നെയാണ് എൻ്റെ പാനിനകത്തും ഉള്ളത്. ഇത് കണ്ടേച്ച് പേടിക്കല്ല. ചിലപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ ഇത് കണ്ടാൽ നമ്മൾ ചിലപ്പോൾ വഴക്ക് പറഞ്ഞെന്നിരിക്കുവേ, എന്നെ തിരുമ്മുന്നത് ഈ പറഞ്ഞ കൂട്ട് എന്നാ അതൊന്ന് വറക്കാനാന്നേ തന്നെ അത് 2 മൂപ്പായി പോവുകയില്ലേ എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കേട്ട് പേടിക്കരുത്, നമുക്ക് ഇത്രയും മതിയാവും. ഇനി അതൊരു ഇച്ചിരി എന്നാ പറയുക, മിക്സിയെ തന്നെ ഇരുന്നൊന്ന് ആറട്ടെ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കംപ്ലീറ്റ് ഇത് പണിയാക്കി തരും. അതുകൊണ്ട് അത് അവിടെ ഇരിക്കട്ടെ. നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇറച്ചിക്കറി ശരിക്കും പറഞ്ഞാൽ ചട്ടിയിലാണ് വെക്കുന്നത്. അമ്മച്ചിയൊക്കെ അടുപ്പേ വെക്കുന്നത് കാണുമ്പോൾ ശരിക്കും ആ കനലെ തന്നെ ഇരുന്ന് ആ ഇറച്ചിക്കറി ഉണ്ടാകുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ നമുക്കിപ്പോൾ കനലൊന്നും ഇല്ലാത്തപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് എന്നാ ചെയ്യാം, നമുക്ക് ചട്ടി അടുപ്പേ തന്നെ, ഗ്യാസ് അടുപ്പേ വെക്കാം കേട്ടോ. അന്നേച്ചാൽ ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിങ്ങനെ കുഞ്ഞായിട്ടാണ് ഒഴിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഒത്തിരി എണ്ണ ഒഴിക്കുന്ന പോലെ തോന്നും, പക്ഷെ അത്രയൊന്നും ഒഴിക്കുകയില്ല. ഞാൻ പറഞ്ഞില്ല, ഒത്തിരി ഒഴിക്കുകയില്ല. എണ്ണ ഒന്ന് നല്ല ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകിടാനൊക്കത്തുള്ളൂ. ഈ പറഞ്ഞുകൊണ്ട് നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ ചിലർ എന്നെ വഴക്ക് പറയാറുണ്ട്, എണ്ണ ചൂടായതിന് ശേഷം വേണ്ടേ കടുകിടാനെന്നൊക്കെ പറയും. അല്ലെന്നുണ്ട് ഞാൻ എന്നാ ചെയ്യുന്നത്, ഇതിനകത്ത് ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിൽ കടുകിട്ട് വറ്റൽമുളകും എല്ലാം ഇട്ട് വരുമ്പോഴത്തേക്ക് ആ വെള്ളം അങ്ങ് പറ്റും, എന്നേച്ച് എണ്ണ അങ്ങ് ഒഴിക്കും. അപ്പോൾ എല്ലാവരും പറയും ദാറ്റ് ഈസ് എ റോങ് വേ ഓഫ് കുക്കിംഗ് എന്ന്. പക്ഷെ നമ്മൾ കാര്യം എളുപ്പമാക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വലിയ സ്വാദ് വ്യത്യാസമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ചിലപ്പോൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തർക്കിക്കുന്നില്ല. കാര്യം നമ്മളെക്കാട്ടിലും മുതിർന്ന ആൾക്കാരൊക്കെ ഈ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കണമെന്നായിരുന്നു. പക്ഷെ ചില കാര്യമൊക്കെ ഞാൻ നല്ലതായിട്ട് കേൾക്കും. പക്ഷേ എനിക്ക് എന്നാ പറയുക, ധൃതിയുള്ള സമയത്തൊക്കെ ഞാൻ എൻ്റെ കൈവാക്കിന് പോലെ അങ്ങ് ഒപ്പിച്ച് വെച്ചാൽ ഓടുന്നേ. ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി കടുക്. എല്ലാവർക്കും കടുകിൻ്റെ അളവ് എന്ന് പറയുന്നത് സ്പൂണിനൊന്നും എടുക്കുകയില്ല. നമ്മളൊക്കെ ആന്നേലും ശരിക്കും ആ അടപ്പ് അങ്ങോട്ട് തുറന്നു വെച്ചാൽ അടപ്പിലോട്ട് തട്ടിയേച്ച് ഇച്ചിരി അങ്ങോട്ട് ഇടത്തല്ലേ ഉള്ളൂ. ആ കണക്കിന് അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. പക്ഷേ കടുക് ഇട്ടു എന്ന് പറഞ്ഞേച്ചാൽ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ നോക്കിയല്ല, അതൊന്ന് പൊട്ടണം. കടുക് പൊട്ടിയേ. ഇനി അതിനകത്തോട്ട് ഒരുപാട് ഉലുവ ഇടരുത്. ഉലുവ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ മീൻകറിക്ക് ഇടുന്നതാണ്. പക്ഷേ ഇത് ഒത്തിരിയൊന്നും വേണ്ട, ഒരു 3-4 മണി ഇട്ടേച്ചാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ ഒരു നുള്ളി ജീരകവും കൂടി ഇട്ടു, ഒരു 1/2 ടീസ്പൂൺ വരുവേ, അത്ര ഇട്ടു. ഇതങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, 1.5 ടീസ്പൂൺ ഇഞ്ചിയും 1.5 ടീസ്പൂൺ വെളുത്തുള്ളിയും ആ കണക്ക്. ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളകും കൂടി ഇടുക. എരിവ് അനുസരിച്ച് പച്ചമുളക് ചേർത്തോ. നമുക്കൊരു ഇച്ചിരി എരിവൊക്കെ ഉള്ളതല്ലേ ഇറച്ചിക്കറിക്ക് ടേസ്റ്റ്. ഇതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ മണം വന്നു കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പില ഇടണമെന്നാണ്. ഇതൊരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ എടുക്കണമെന്നോ, നമ്മുടെ സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിടുക. ചെറിയ ഉള്ളി ഇട്ടാലാന്നു രുചി കൂടുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും രാവിലെ പൊളിച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് നേരം കിട്ടുകയില്ലല്ലോ. അതുകൊണ്ട് അത് ഞാൻ ഇടയ്ക്ക് പറയത്തില്ല. നമ്മുടെ അമ്മായിയമ്മയുടെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പാവം അവിടെ ഇരുന്ന് മുറത്തിലിങ്ങനെ പൊളിച്ചു തരുവേ. എൻ്റെ അമ്മായിയമ്മ അത് ചെയ്തു തരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സ്നേഹം അമ്മയോട് പറയാം, അമ്മ എനിക്ക് ഇച്ചിരി ഉള്ളി പൊളിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മ പാവം ശരിക്കും പറഞ്ഞാൽ ഉള്ളിയൊക്കെ നല്ലതായിട്ട് പൊളിച്ചു തരും കേട്ടോ.
അതല്ല നമുക്ക് ചെറിയ ഉള്ളിയൊന്നും പൊളിക്കാനായിട്ടുള്ള നേരമൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 സവാള കനം കുറച്ച് അങ്ങോട്ട് അരിഞ്ഞേച്ചാൽ മതി. ഇനി സവാള ഒരു ഇച്ചിരി വേഗം ഒന്ന് മൂക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന കൂട്ട് ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ചോണം, പിന്നെ നമ്മൾ ചേർക്കാനുള്ളയാ. അതുകൊണ്ട് ആ സവാള മൂക്കാനായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തേച്ചാൽ മതി. ഇതൊരു ഇച്ചിരി ബ്രൗൺ ആവണം. അതായത് നമുക്കിപ്പോൾ ഉള്ളിക്ക് എന്നാ പറയുന്നത് ഒരു പിങ്കിഷ് കളറല്ലേ, അല്ലെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഇതിനൊരു ലാവൻഡർ ഷെയ്ഡൊക്കെ ഉണ്ട്. അത് പറ്റിയല്ല, നല്ലതായിട്ടൊന്ന് വാടിയേച്ച് അത് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങണം. അതുവരെ നമ്മളിതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച തേങ്ങ ഇല്ലേ, അതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാവേ. അപ്പം ഇതും അവിടെ മൂത്തോളും. ഉള്ളി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, ഇച്ചിരി മൂക്കണം. അത് പെട്ടെന്ന് ആവും. എന്നാന്ന് വെച്ചാൽ എണ്ണ നല്ല ചൂടല്ലയോ, അന്നേരം പിന്നെ കുറച്ച് വേഗം ആവുമേ. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫസ്റ്റ് ഇടേണ്ടത് മല്ലിപ്പൊടിയാണേ. അല്ലെന്നുണ്ടെങ്കിൽ അതിനൊരു ഇച്ചിരി മൂപ്പ് കുറവായിരിക്കും. അതായത് മൂപ്പ് കുറവെന്നല്ല ഉദ്ദേശിച്ച്, ശരിക്കും അതിന് ഇച്ചിരി കൂടുതൽ. അപ്പം മറ്റു പൊടി ഇടുന്നതിനെക്കാട്ടിലും ആദ്യം കുറച്ച് മല്ലിപ്പൊടി ഇട്ട് അതൊന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞേച്ച് ബാക്കി പൊടി ഇട്ടാൽ മതി. മല്ലിപ്പൊടി ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടാം. എരിവ് വേണമെന്നുണ്ടെങ്കിൽ 4 ടീസ്പൂണാണ് 1 കിലോയ്ക്ക് നമ്മൾ ഇടുന്നത്. അങ്ങനെയാണെങ്കിൽ 2 ടീസ്പൂൺ കാശ്മീരി മുളക് ഇടണം, 2 ടീസ്പൂൺ സാദാ മുളകിൻ്റെ പൊടി ഇടുക. ഇതിപ്പോൾ എനിക്കധികം എരിവ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സ്പൈസിനെസ് ആക്കണ്ട. പക്ഷേ ഞാനിപ്പോൾ എന്നാ ചെയ്തത് പച്ചമുളകും കുരുമുളകും ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിന് എരിവുണ്ട്. പക്ഷേ ഇതെല്ലാം ബാലൻസ് ചെയ്ത് നമ്മൾ മറ്റേ മുളക് പൊടിയാണ് ചേർക്കുന്നത്, കാശ്മീരി അല്ല ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ മതിയാവും എൻ്റെ കണക്കിന്. പിന്നെ ഇച്ചിരി എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂണും കൂടെ കൂടുതൽ ഇട്ടു. പിന്നെ കളറും വേണം, എരിവും വേണം, എന്നാൽ കറിക്ക് കൊഴുപ്പും വേണം. അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, 2ഉം 2:2, അതായത് സാദാ മുളക് പൊടി 2 സ്പൂണും കാശ്മീരി മുളക് പൊടി 2 സ്പൂണും അങ്ങനെ ഇട്ടാൽ മതി. ഇപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ടു. ഇനിയാണ് ഞാൻ പറയുന്നത് കുറച്ച് ഒരു തീ അങ്ങോട്ട് കുറച്ച് വെച്ച് ഇവിടെ ഒന്നും ഇല്ലാത്തൊരു പൊടി ഇടാൻ പോവുക. അതെന്നാന്ന് വെച്ചാൽ കുറച്ച് പെരിഞ്ജീരകപ്പൊടി. അത് നമ്മൾ ഈ മസാലയിൽ പൊടിച്ചിട്ടുണ്ട്, പക്ഷേ എന്നാലും ഒരു ഇച്ചിരി ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ കറിക്ക് ഒരു ഇച്ചിരി സ്വാദ് കൂടും. അഥവാ പൊടിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, നമ്മുടെ പെരിഞ്ജീരകം ഒന്ന് ചതച്ചേച്ചിട്ടേച്ചാലും മതി. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും. ഈ കുരുമുളകും നമ്മൾ അതിനകത്ത് അരച്ചിട്ടുണ്ട്, പക്ഷേ അത് നല്ലോണം അരയുവേല. ഈ പറഞ്ഞ പോലെ അതൊന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. ഞാൻ മസാല ഒരുപാട് പൊടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ ആ മണം പോവും. എല്ലാ പൊടിയും ഈ പറഞ്ഞ പോലെ കുറേശ്ശെ എല്ലാം നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ വേണം ഓരോന്നായിട്ട് ചേർക്കാനേ. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നോ നല്ല മൂത്തായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ മൂപ്പേ കാണത്തുള്ളൂ. ഇനി ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ടൊമാറ്റോ അങ്ങോട്ടിടാം. ഇച്ചിരി വെള്ളം എന്നാത്തിനാണെന്നറിയാമോ, എണ്ണയൊക്കെ ഒന്ന് നമ്മൾ ഒത്തിരി എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ, അന്നേരം ആ എണ്ണയൊക്കെ ഒന്ന് ഇറങ്ങി വന്ന ആ ടൊമാറ്റോ ഒരു ഇച്ചിരി സ്മാഷായി എല്ലാം വരണം എന്നുണ്ടെങ്കിൽ അതൊരു ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത് ആ പൊടിയെല്ലാം ഒരു ഇച്ചിരി ഒന്ന് വേവും. ഈ സമയത്ത് ശരിക്കും ഞാൻ പറയുന്നത് എന്നാണെന്നറിയാമോ, അത് ആ കുറച്ച് ആ ചട്ടിയെ തന്നെ ഇരുന്ന് ആ പച്ചച്ചൊവയൊക്കെ ഒന്ന് മാറിയേച്ച് എണ്ണയൊന്ന് നല്ലതായിട്ട് തെളിഞ്ഞു വന്നതിന് ശേഷമേ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാവുള്ളേ.
പിന്നെ ഇതിനകത്ത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ആ എണ്ണ തെളിയണമെന്ന് ഞാൻ പറയുന്നില്ലേ, അതെന്നാന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പം ഈ പൊടിയെല്ലാം അങ്ങോട്ട് മൂപ്പിക്കുകയല്ലേ, മൂപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആ മൂപ്പ് ശരിയാവണം എന്നില്ല. അപ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ ആ ഒരു മൂപ്പ് ശരിയാവുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ സമയത്താണ്, അതായത് നമ്മളെല്ലാം ചേർത്തേച്ച് പിന്നെ ആ വെള്ളം ഒഴിച്ച് ആ എണ്ണയൊന്ന് തെളിഞ്ഞു വരുന്ന സമയം കൊണ്ട് അത്രയും സമയവും പിന്നെ ആ പൊടിയെല്ലാം നമ്മുടെ അടുപ്പേ തന്നെ ഇരിക്കുക. അന്നേരം ഈ പറഞ്ഞു കൂട്ടതാണ്ട് ഇപ്പോൾ തന്നെ നോക്കിയേ, നമ്മുടെ ഈ സൈഡിൽ ഫുൾ ആ എണ്ണ നല്ലതായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. അതേപോലെ വന്നാൽ മാത്രമേ ആ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ മൂപ്പ് എന്ന് പറയുന്നത് ആ പൊടിയിൽ ഇപ്പോഴാണ് ആവുന്നത്. അതുകൊണ്ട് അത് ഓർത്ത് ടെൻഷൻ ആക്കണ്ട. പിന്നെ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ധൃതി കൂട്ടി അങ്ങ് പെട്ടെന്ന് എല്ലാം അങ്ങ് ഇട്ടേക്കല്ല. ഇതിനകത്തോട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടേച്ച് ഇപ്പം കറിവേപ്പില ഇടാൻ പറഞ്ഞത് ചുമ്മാ വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. കാര്യം എന്നാന്നോ, ആ പൊടിയെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്ക് ആ കറിവേപ്പിലയുടെ ഒരു കറിവേപ്പിലയ്ക്കും കൂടെ ആ ഒരു ആവി കയറുമ്പോൾ ശരിക്കും ആ കറിവേപ്പിലയുടെ ഒക്കെ നല്ലൊരു മണം വരുവേ. ഇതൊരു ഇച്ചിരി എണ്ണയെല്ലാം തെളിഞ്ഞു വരുക. അന്നേരത്തേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരുന്ന ഒരു മസാല ഉണ്ടല്ലോ, എല്ലാം ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തേ, അത് ഇതിനകത്തോട്ടിടണം. അളവ് നോക്കിയേച്ചു വേണം ചേർക്കാൻ. മസാല നമ്മൾ മുഴുവൻ പൊടിച്ചെന്നും പറഞ്ഞ് അങ്ങ് മൊത്തം ചേർത്തേക്കരുത്. ഒരുപാട് മസാല നമ്മൾ ചേർക്കുവാണെങ്കിലുള്ളത് എന്നാണെന്നറിയോ, പിന്നെ ആ മസാലയുടെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്, ഇറച്ചിയുടെ ഒന്നും കാണുകയില്ല. ഇനി മസാല ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇറച്ചി ചേർക്കാം. ഇറച്ചിയെ നല്ലതായിട്ട് ആ മസാല ഒന്ന് പിടിക്കണം. ഓക്കെ, ആ മസാല ഇപ്പം നല്ലതായിട്ട് നമ്മുടെ ഇറച്ചിയെ പിടിച്ചിട്ടുണ്ട്, ഒരു നല്ല മണം വരുന്നുണ്ട്. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ ഇല്ലേ, അത് നമ്മൾ ഒരുപാട് മൂപ്പിച്ചിട്ടില്ല, എന്ന് വെച്ചാൽ ചെറിയ കഷ്ണമെല്ലാം നല്ലതായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, വലിയ കഷ്ണമാണ് ഒരു ഇച്ചിരി മുരിയാതെ കിടന്നേ. അപ്പം നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഭയങ്കര ബ്രൗൺ ആയിട്ടൊന്നും കിട്ടുകയില്ല. എൻ്റെ ഈ ഒരു നിറവേ വരത്തുള്ളൂ. ഇപ്പം അതങ്ങ് ചേർക്കുവാണേ. എല്ലാം നല്ലതായിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം നാടൻ കോഴിയല്ല, ബ്രോയിലർ ചിക്കനാണ്. അപ്പോൾ അതിനകത്തു നിന്ന് തന്നെ ഒരുപാട് വെള്ളം ഉണ്ടാവും. പക്ഷേ നമ്മൾ എന്നാ ചെയ്യണമെന്നറിയോ, അത് ഊറി വരാനായിട്ട് ഞാനൊരു ഇച്ചിരി തേങ്ങ കഴുകി ആ മിക്സി കഴുകി ഒഴിച്ചിട്ടുണ്ട്, അത്രയും മതിയാവും. എൻ്റെ കണക്കിൽ ഞാൻ പറയുന്ന ആ ചെറിയ തീയിലിരുന്ന് ഒന്ന് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറിയ തീയിലിരുന്ന് ആ ചിക്കനകത്തെ വെള്ളവും കൂടെ ഊറി വന്ന് അതിനകത്ത് നിന്ന് വേവുന്നതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പിന്നെ ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നമുക്ക് ഗ്രേവി എത്ര വേണം എന്നനുസരിച്ച് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കും, ഇപ്പോൾ ഈ ചട്ടിക്ക് നിറച്ച് ഗ്രേവി വേണം, അതുകൊണ്ട് ഞാൻ ഇഷ്ടംപോലെ വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചാൽ അതിന് വെറും വെള്ളത്തിൻ്റെ ചുവയായിരിക്കും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ചെയ്യരുത്. നമ്മുടെ കറിക്ക് അതായത് ഇപ്പം എത്ര നമുക്ക് ഗ്രേവി വേണോ അതിന് കുറച്ചുകൂടെ മുന്നേ ആയിട്ട് വെള്ളം ഒഴിച്ച് വെച്ച് ആ നമുക്ക് ഗ്രേവിയുടെ അളവ് എത്തുമ്പോഴത്തേക്ക് അങ്ങ് ഓഫ് ചെയ്തേക്കാം. നേരത്തെ നമ്മൾ ഉള്ളി വഴറ്റിയപ്പോഴായിരുന്നു കുറച്ച് ഉപ്പിട്ടത്, പിന്നെ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ചിക്കനേൽ എല്ലാത്തിനകത്തും ഉപ്പ് വേണം, അതുകൊണ്ട് ഞാനൊരു ഇച്ചിരി ഇടുക. പിന്നെ ഒന്ന് പകുതി വെന്തേച്ച് ബാക്കി നോക്കാവേ. ചിക്കൻ പകുതി ഒന്ന് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി മസാല വേണമെന്ന് തോന്നുവാന്നേലും ഇട്ടോ, അതിനകത്ത് ഒരു വിരോധവും ഇല്ല. കാര്യം ഒരുപാട് അങ്ങ് വെന്ത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാലയുടെ ചുവ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് അത് മാത്രം ചെയ്യരുത്. ഇടയിലൊന്ന് നോക്കുക, അതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നമ്മുടെ കണക്കിനുണ്ടോ എന്ന് നോക്കുക. പുളിയൊക്കെ ഒരു ഇച്ചിരി കുറവാന്നേലും എന്നാ ചെയ്യണം, ഒരു ടൊമാറ്റോ ഇടുക. അല്ലാതെ പണ്ടത്തെ കാലത്തൊന്നും വിനീഗർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അമ്മച്ചിമാർ ഇട്ടിട്ടില്ല. അത് മാത്രം ഒന്ന് ചേർത്തേച്ചാൽ മതി. ഒരു ടൊമാറ്റോ, ഒരു കുഞ്ഞു ടൊമാറ്റോയോ അങ്ങനെ വല്ലതും ചേർത്തേച്ചാൽ മതി. കൂടുതലൊന്നും അതിനകത്തില്ല. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനകത്ത് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇതാ നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആ ചെറിയ തീയലിരുന്ന് ഇറച്ചി വെന്ത് നല്ലതായിട്ട് എണ്ണ തെളിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ കറി ഒഴിച്ച് ഒരു തോരനും കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം, ഇത് കപ്പയുടെ കൂടെ ആണെങ്കിലും ഒക്കെ അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റുള്ളൊരു കറിയാണ്. പക്ഷെ ഒറ്റ കണ്ടീഷൻ, ധൃതി കൂട്ടി നമ്മൾ നാടൻ ചിക്കൻ കറി വെക്കാൻ നിന്നാൽ
ഉള്ളതെല്ലാം കുളമാവും. അതിലും ഭേദം ഏറ്റവും സ്വാദായിട്ട് ചെറിയ തീയിൽ ഓരോന്നായിട്ട് ചേർത്ത് കറി ഉണ്ടാക്കുവാണെങ്കിൽ ഏറ്റവും നല്ല കറിയായിരിക്കും. പ്രത്യേകിച്ച് അടുപ്പി വെക്കുകയാണെങ്കിൽ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ചിക്കൻ കറി നല്ല, ഞാൻ പറഞ്ഞില്ലേ, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ആ മേളി വന്നാലേ ആ ശരിക്കും പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് കറി ആയി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ.